ചേട്ടാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നു മുതൽ ഒരു പാർട്ടി വിരുദ്ധൻ കൂടിയാവുകയാണ്. ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം വെളിയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലെ മതിലിൽ പാർട്ടി വിരുദ്ധന് വോട്ടില്ല, മാപ്പില്ല, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞ് CPIM-ന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. ശരിക്കും ജി സുധാകരൻ ഒരു പാർട്ടി വിരുദ്ധനാണോ? അദ്ദേഹമല്ലേ യഥാർത്ഥ സഖാവ്? അദ്ദേഹത്തെ അപമാനിച്ചതല്ലേ ഇന്നത്തെ പാർട്ടിയിലുള്ളവർ? അപമാനം സഹിച്ച് നിൽക്കേണ്ടവനാണോ ഒരു സഖാവ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ അതിനുള്ള മറുപടി ചേട്ടനിൽ നിന്ന് വ്യക്തമായി കിട്ടാമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് ചേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? പ്രശാന്ത്, ഒരു സാധാരണ പാർട്ടി അനുഭാവി മെമ്പറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ പാർട്ടി അനുഭാവിക്ക് ഇന്ന് ശരിക്കും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി എന്ന് പറയുന്നതിൽ വിഷമമുണ്ടാകും. കാരണം ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞു അവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നു രക്തസാക്ഷികൾ അമരക്കാർ. അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനചന്ദ്രൻ രക്തസാക്ഷിയായിരുന്നു. അത് ഈ പോസ്റ്റർ ഒട്ടിച്ച ഇന്നലെ കുരുത്ത തകരകൾക്ക് അറിയാമോ എന്നേ നമുക്കിതിൽ ചോദിക്കാനുള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഇന്നലെ കുരുത്ത പാർട്ടിയിൽ അംഗത്വം കൊടുക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാർക്ക് ഈ പാർട്ടിയിൽ എന്ന് യോഗ്യത അതായത് മെമ്പർഷിപ്പ് കൊടുത്തോ അന്ന് മുതൽ ഈ പാർട്ടിക്ക് അപജയം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നിമിഷം വരെയും ബേബി മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. MA ബേബി അദ്ദേഹം പോയെങ്കിൽ പോട്ടെ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബേബിക്ക് വിഷമമുണ്ട്. ശരിക്കും ബേബിയുടെ വാക്കുകളിൽ അത് നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ MV ഗോവിന്ദൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാര്യം അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ജി സുധാകരൻ്റെ CPM-നോടുള്ള അടുപ്പം വൈകാരികത്തിനും അപ്പുറമാണ്. അത് ആലപ്പുഴക്കാർക്കല്ല, കേരളത്തിലുടനീളം. ഇപ്പം ഞാൻ സംസാരിക്കുന്ന എനിക്ക് ശരിക്കും അദ്ദേഹം മടങ്ങിപ്പോയി എന്ന് പറയുന്നതിൽ, പാർട്ടിയിൽ നിന്ന് പോയതിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. പ്രശാന്തിനത് മനസ്സിലായി കാണും. ഞാൻ എന്നെക്കുറിച്ച് പറയേണ്ട ഒരു വേദിയാണോ എന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമമല്ലേ, നമുക്കത് സംസാരിക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. എനിക്ക് ശരിക്കും വിഷമമുണ്ട്. കാര്യം അദ്ദേഹം പാർട്ടിയിൽ അങ്ങനെ ആയിരുന്നു. ചേട്ടാ, വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിന്നുകൂടി ചിന്തിക്കണം. അദ്ദേഹം പാർട്ടിയുടെ ഇന്നത്തെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ പാർട്ടി രക്തസാക്ഷിയാണ്. പാർട്ടി ആ അനുജൻ്റെ, അതായത് ഈ പറയുന്ന ജി സുധാകരൻ്റെ അനുജൻ്റെ ചികിത്സയ്ക്കായി ₹1 പോലും പാർട്ടി മുടക്കിയിട്ടില്ല. ജി സുധാകരൻ എന്ന സഖാവ് ജി സുധാകരൻ, അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. സഖാവ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്താണ് ആ അനുജനെ ചികിത്സിച്ചത്. അതെ, ഒടുക്കം ആ അനുജൻ മരണത്തിലേക്ക് വിട്ടുപോയിട്ടും ആ അനുജന്റെ പേരിൽ ഒരു രക്തസാക്ഷി എന്നുള്ള പേരിൽ കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണെന്ന പരിഗണന പോലും ഈ പോസ്റ്റ് ഒട്ടിച്ചവരെ ഇവർക്ക് എന്ത് കമ്മ്യൂണിസം അറിയാം? പ്രശാന്ത്, എന്തറിയാം കമ്മ്യൂണിസം? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല ഏട്ടാ. അങ്ങനെ വന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തെ സുധാകുറൻ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചും വയസ്സൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി പാരമ്പര്യം എന്താണെന്നും അദ്ദേഹത്തിന്റെ വിപ്ലവം എന്താണെന്നും അദ്ദേഹം എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും അറിയാവുന്ന ഒരുത്തനെങ്കിലും ആ പാർട്ടിയിൽ, അല്ലെങ്കിൽ ഈ ആലപ്പുഴ CPIM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ പോസ്റ്റർ ഒട്ടിച്ചവന്റെ ചെകിളം അടിച്ച് പൊളിച്ചേനെ. കാരണം ജി സുധാകരൻ എന്താണ്, ജി സുധാകരൻ ആരാണെന്ന് എറണാകുളത്ത് ഇരിക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നപ്പോൾ. അത് അങ്ങനെയല്ല പ്രശാന്ത്. എറണാകുളത്ത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നുള്ള പ്രശാന്ത് എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരമാണ്. അല്ല, പ്രശാന്ത് എന്നോട് എപ്പോഴും എന്റെ വയസ്സ് ചോദിച്ച് നമ്മൾ ചർച്ചയ്ക്കിടയിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്. പ്രശാന്ത്, എന്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ ഇടത് രാഷ്ട്രീയം ദൂരെ നിന്ന് വീക്ഷിക്കുകയും ഇടത് രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ആളാണ്. സുധാകരൻ നിസ്സാരക്കാരനല്ല, ഒരു കോൺഗ്രസ്സുകാരൻ. സത്യം പറയട്ടെ, ഈ അവസരത്തിൽ കോൺഗ്രസ്സുകാർ പോലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ജി സുധാകരൻ എന്ന നേതാവിനെ കുറിച്ച് എതിർത്തൊന്നും പറയില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ വന്നതാണ്. കാരണം അദ്ദേഹം എന്താണ്, അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത് തിരുവനന്തപുരത്തിരിക്കുന്ന ചേട്ടനും എറണാകുളത്തിരിക്കുന്ന എനിക്കും വ്യക്തമായിട്ട് അറിയാം. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ജി സുധാകരൻ എന്താണെന്നുള്ളത് അറിയാം. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും, അതായത് രാഷ്ട്രീയ പക്ഷത്തേക്ക് ചിന്തിക്കുന്ന എല്ലാവർക്കും ജി സുധാകരൻ എന്ന് പറയുന്ന സഖാവ് എന്താണെന്ന് അറിയാവുന്നിരിക്കെ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നലത്തെ മഴയത്ത് കുരുത്ത തകരകളെന്നല്ല, ഇന്നലത്തെ ഒരു ഇടിമുഴക്കത്തിന്റെ പ്രകമ്പനത്തിൽ മുളച്ചു വന്നിട്ടുള്ള നിമിഷങ്ങൾ മാത്രം ആയുസ്സുള്ള കൂണുകളായിട്ടുള്ള കുറെ ചീഞ്ഞ യുവ സഖാക്കള് പറയല്ലേ ചേട്ടാ. ഇന്നത്തെ സഖാക്കൾ അങ്ങനെയാണ് ചേട്ടാ. ഇന്നത്തെ സഖാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ ചീഞ്ഞവന്മാരാണ്. അവർ സഖാവെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ നിൽക്കുന്ന പ്രസ്ഥാനത്തുള്ള ബഹുമാനങ്ങളുണ്ട്. പക്ഷെ ഈ ചീഞ്ഞവന്മാര് അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലിന് മുന്നിൽ കൊണ്ട് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുമ്പോൾ ആരാണ് ആ രക്തസാക്ഷി?
അദ്ദേഹത്തിന്റെ മണ്ണിൽ, അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലെ മതിൽക്കെട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ആ നോട്ടീസിലെ രക്തസാക്ഷി ആരാണെന്ന് ചിന്തിക്കണം. ആ രക്തസാക്ഷി അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനാണ്. തീർച്ചയായും രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളെ കുറിച്ച് ഇവർക്ക് എന്തറിയാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇന്നിപ്പോ എച്ച് സലാം എന്ന് പറയുന്ന MLA വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും അടുത്ത് തന്നെ സലാമിന്റെ പത്രസമ്മേളനം ഇപ്പോൾ വന്നിട്ടുണ്ടാവും. സലാം പറയുകയാണ് അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. നിങ്ങൾക്കറിയോ ഈ എച്ച് സലാം എന്ന് പറയുന്ന വ്യക്തി അതായത് അദ്ദേഹം ഇത്രയും ദിവസം, പ്രശാന്തിനറിയാം, ഇത്രയും ദിവസം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ആലപ്പുഴയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് SDPI എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ആലപ്പുഴയിൽ എത്ര കണ്ട് വളർന്നുവോ അത്രയും ഈ പാർട്ടിക്ക് വൻ അവമതിപ്പാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ പറയുന്ന സുധാകരൻ പറഞ്ഞത്. പകൽ DYFIയും CPM-ഉം രാത്രി SDPI എന്ന തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകരുമാണ് ആലപ്പുഴയിലുള്ള ഇപ്പോഴത്തെ സഖാക്കൾ എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞു. സുധാകരൻ വെട്ടിത്തുറന്നു പറഞ്ഞു. അത് അവർക്ക് പിടിച്ചില്ല. എച്ച് സലാമിന് എന്ത് യോഗ്യതയുണ്ട്? എച്ച് സലാമിനെയും ഈ പറയുന്ന സജി ചെറിയാനെയും വളർത്തിക്കൊണ്ടു വന്നത് സുധാകരനാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ചേട്ടാ, പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന നെറികേടുകളെ പറ്റിയും വിളിച്ചു പറയുകയും പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ എന്നും പറഞ്ഞ് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശൂനകന്മാരെ നോക്കി അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തതിൽ അയാൾക്ക് പാർട്ടിയിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, വെറുക്കപ്പെട്ടവൻ, നികൃഷ്ടജീവി. അതുമല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി വിരുദ്ധൻ. അങ്ങനെ പാർട്ടി വിരുദ്ധൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ധാരാളം ആളുകളുണ്ട്. പിൻഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്ന എത്രയോ നേതാക്കളെ പാർട്ടി വിരുദ്ധത എന്ന് പറയുന്ന ഒരു ചട്ടം അടിച്ചേൽപ്പിച്ച് അവരെ പുറന്തള്ളിക്കളഞ്ഞ നാടാണിത്. ഈ പറയുന്ന പിണറായി വിജയൻ ഇന്നീ കാണുന്ന പാർട്ടിക്ക് വളവും മണ്ണും നൽകി വളർത്തിക്കൊണ്ട് വന്ന സഖാവ് അച്യുതാനന്ദനെ പറഞ്ഞ എന്താണെന്നുള്ളത് അറിയാം. സഖാവ് അച്യുതാനന്ദൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ആ അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ VA ആലപ്പുഴയില് ഈ പറയുന്ന സുധാകരനെതിരായിട്ട് കൊണ്ട് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്ന സഖാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹം വളർന്നു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും സഖാവ് VS അച്യുതാനന്ദൻ ആയിരുന്നു എന്നുള്ളത് അരുൺകുമാർ മറക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിലും ദൈവത്തിലും വിശ്വാസമില്ല. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാനിഫെസ്റ്റോകളിൽ മാത്രമാണ് വിശ്വാസം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ആ സഖാവിന്റെ ആത്മാവ് സ്വർഗ്ഗലോകത്തിരുന്ന് തേങ്ങിക്കരയും തന്റെ മകനെ ഓർത്ത്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അവർക്ക് സ്വർഗവും നരകമൊന്നുമില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളാണ്, അവർക്കതില്ല. നമ്മൾ ഇത്രയും കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന എച്ച് സലാം, ഞാൻ അല്പം വികാരം കൊണ്ട് സംസാരിച്ചു പോയി. ഈ പറയുന്ന എച്ച് സലാമും ഈ പറയുന്ന സജി ചെറിയാനും ഇവരെയൊക്കെ ആരാണ് പാർട്ടിയിൽ വളർത്തിയത്? എച്ച് സലാം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് നടന്ന ആളാണ്, അദ്ദേഹത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തിയ ആളാണ്. ഇത് സലാം, ഞാൻ മാറുന്നു, എനിക്ക് പകരം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന ആളാണ് എന്ന് സലാമിനെ പരിചയപ്പെടുത്തിയ ആളാണ്. അറിയാമോ? ഈ നാസർ എന്ന വലിയ ആളായത് ഈ സജി ചെറിയാൻ ബഹുമാനപ്പെട്ട സുധാകരന്റെ പെട്ടി നോക്കി നടന്ന ആളാണ്. അറിയോ? എന്നിട്ട് ഇന്ന് അദ്ദേഹം പറയുന്നു ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ഞങ്ങളടങ്ങുന്ന ഗുണ്ടകളാണോ? അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ അറിയാതെ വന്നുപോയി. ഇന്നിപ്പോ ആലപ്പുഴ ഭരിക്കുന്നത് ഗുണ്ടകളാണെങ്കിൽ ഞങ്ങൾ അടങ്ങുന്നവരാണോ ഗുണ്ടകൾ? അപ്പോ എന്നിട്ട് സജി ചെറിയാൻ ഈ നിമിഷം വരെ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ CS സുജാത വന്നപ്പോ കണ്ടില്ലല്ലോ സജി ചെറിയാനെ. എന്നിട്ട് സജി ചെറിയാൻ എന്ന് മെഴുകി വരികയാണല്ലോ. അപ്പോ നമുക്കിതിൽ പറയാനുള്ളത് ഒന്ന് മാത്രം. അതായത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് അവിടെ ആലപ്പുഴയിൽ സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവർക്ക് സീറ്റില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെ സുധാകരൻ മത്സരിക്കുമ്പോൾ ഇവിടെ നാണം കെടുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി. അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കുമ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും കഴിയില്ല. ഇന്നിപ്പോ ബേബി കടുത്ത സങ്കടത്തോടെയാണ് ബേബി സംസാരിച്ച് ബേബിയുടെ വാക്കുകൾ മുറിയുന്നു. അത് കണ്ടാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവും. രണ്ടാമത് നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയണം. കോൺഗ്രസിന്റെ പിന്തുണ ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞു, ഇനിയും വിസ്മയങ്ങൾ കാണാനിരിക്കുന്നു. എന്തിനടോ ഇത്രയും കോൺഗ്രസ് വിരോധം? സുധാകരൻ ചോദിച്ചു, എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും കോൺഗ്രസ് വിരോധം? BJP വളർന്നു വരുന്നു. എന്തിന് കോൺഗ്രസിനെ ഇത്ര കണ്ട് മാറ്റി നിർത്തണം? ഇത് സംശയം തെറ്റോ ശരിയോ? തീർച്ചയായും. അപ്പോ ഇതിൽ ഇത്ര മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അതായത് ഈ പറയുന്ന രീതിയിൽ ഇന്ന് എച്ച് സലാം ആരംഭിച്ചു എന്നുണ്ടെങ്കിൽ, വിശദീകരണം തേടിയെങ്കിൽ, ഇന്ന് സംസാരിക്കാതിരിക്കുന്ന എളമരം കരീം സംസാരിച്ചു. എളമരം കരീമാണ് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തത്. സലാമിന്റെ വോട്ട് കുറഞ്ഞു പോയതിന് 22 കാരണങ്ങൾ ഉണ്ടാക്കി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട ഐസക് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഐസക്കും ഇദ്ദേഹവും ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. എവിടെ പോയിരുന്നു ഐസക്?
എവിടെ പോയിരുന്നു? അപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് പ്രശാന്ത്, ഇതെല്ലാം സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ജി സുധാകരൻ പോകുന്നു, ഈ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അവമതിപ്പ് ചില്ലറയല്ല.